വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അസ്ലം, UDF യോഗം ആരംഭിച്ചു കഴിഞ്ഞു. PV അൻവറിന്റെ കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിൽ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഇവ അല്പസമയത്തിനകം തന്നെ ചേരും. പല സ്ഥലങ്ങളിലാണ് നേതാക്കന്മാരുള്ളത്. പ്രതിപക്ഷ VD സതീശൻ പറവൂർ അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. UDF കൺവീനർ വയനാടാണുള്ളത്. KPC പ്രസിഡന്റ് നിലമ്പൂരുണ്ട്. അതോടൊപ്പം രമേശ് ചെന്നിത്തല ഹരിപ്പാടാണുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ മലപ്പുറത്താണ്. വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഓൺലൈനിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ യോഗം തുടങ്ങും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് PV അൻവറുമായിട്ടുള്ള സഹകരണത്തിന്റെ സാധ്യത തന്നെയാണ്. അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അൻവറിനുമായി കമ്മ്യൂണിക്കേഷൻ നടത്തി ആശയവിനിമയം നടത്തിയ നേതാക്കൾ അക്കാര്യങ്ങൾ പറയും. അതോടൊപ്പം തന്നെ അതിനുശേഷം ഒരു കൂട്ടായ തീരുമാനമെടുക്കും. അതിൽ പെട്ടെന്ന് സാധാരണഗതിയിൽ നമ്മൾ UDF യോഗം കഴിഞ്ഞ ഉടനെ ഒരു ബ്രീഫിംഗ് UDF കൺവീനറുടെയോ ചെയർമാൻ എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെയോ ബ്രീഫിംഗ് ഉണ്ടാവും. അതേസമയം ഈ യോഗത്തിന് ശേഷം അങ്ങനെ ഒരു ബ്രീഫിംഗ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം UDFന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനം പറയുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് അത് സംബന്ധിച്ചുള്ള PV അൻവറിന്റെ നിലപാടാണ്. അതായത് ഇന്നത്തെ UDF യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുകയും നിങ്ങളെ അസോസിയേറ്റ് മെമ്പറായി സഹകരിപ്പിക്കാൻ ഞങ്ങൾ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു, അത് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള കാര്യം PV അൻവറിനെ അറിയിക്കുകയും തുടർന്ന് PV അൻവർ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ച്ച് പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തതിനു ശേഷമായിരിക്കും തീരുമാനം വരിക. PV അൻവർ അത്തരമൊരു തീരുമാനം പറഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും സഹകരണമില്ല എന്നൊരു തീരുമാനമായിരിക്കും വരും. ഇത്തരത്തിൽ രണ്ട് ഓപ്ഷൻസ് വെച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാനാണ് നിലവിൽ സാധ്യത. അതുകൊണ്ട് തന്നെ യോഗ തീരുമാനത്തിന് ശേഷം പെട്ടെന്നൊരു ബ്രീഫിംഗ് ഏതെങ്കിലും നേതാക്കൾ നടത്താനുള്ള സാധ്യതയില്ല. പകരം യോഗ തീരുമാനം PV അൻവറിനെ നേതാക്കൾ അറിയിക്കും. പ്രധാനപ്പെട്ട നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി, VD സതീശനോ ഏതെങ്കിലും ഒരു നേതാവായിരിക്കും ഒരുപക്ഷെ ആശയവിനിമയം നടത്തുക. അതിനുശേഷം PV അൻവറിന്റെ പ്രതികരണം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കും. അതനുസരിച്ചായിരിക്കും UDF അതിന്റെ തീരുമാനത്തിലേക്ക്. സ്ഥാനാർത്ഥിയായി M സ്വരാജ് ആണ് എത്തിയിട്ടുള്ളത്. ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് മറുവശത്തുള്ളത്. അതുകൊണ്ട് അൻവറിനെ പൂർണ്ണമായി അങ്ങനെ അങ്ങ് തള്ളിക്കളയാനിടയില്ലല്ലോ. പരമാവധി സഹകരിപ്പിക്കാൻ തന്നെയായിരിക്കില്ലേ ധാരണ? ഡീലാണെങ്കിൽ ഒരു മാന്യമായ ഒത്തുതീർപ്പാണെങ്കിൽ സഹകരിക്കാവുന്ന തരത്തിലേക്ക് PV അൻവറും രണ്ടു കൂട്ടരും അയഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം അതൊരു അന്തിമമായ സമവായം ആയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആയിട്ടില്ല. കാരണം രണ്ടുപേരുടെയും തീരുമാനം PV അൻവറിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും UDFന്റെ തീരുമാനം. UDFന്റെ തീരുമാനത്തിൽ PV അൻവറിന് അംഗീകരിക്കാൻ കഴിയുന്ന ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ടും PV അൻവറും തീരുമാനം എടുക്കുക. എന്തായാലും രണ്ടുപേരുടെയും തീരുമാനങ്ങൾക്കനുസരിച്ചിരിക്കും ഇന്നത്തെ യോഗത്തിന് ശേഷം നടക്കുന്ന ആശയവിനിമയം. ആ ആശയവിനിമയത്തിന് ശേഷം PV അൻവറുടെ തീരുമാനം അതനുസരിച്ചിരിക്കും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം ഉണ്ടാവുമോ PV അൻവർ അല്ലയോ എന്നറിയാൻ. എന്തായാലും LDFനെ സംബന്ധിച്ചോളം M സ്വരാജിന്റെ സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ച് അതിന്റെ പ്രചരണത്തെ തുടക്കുകയാണ്. നാളെ നിലമ്പൂരിൽ M സ്വരാജ് എത്തുകയും വലിയ സ്വീകരണത്തോടുകൂടി വരികയും ചെയ്യും. നാളെ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ നാമനിർദ്ദേശ പത്രിക. അതായത് നാളെയെങ്കിലും ഏറ്റവും രാവിലെയെങ്കിലും ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നില്ലെങ്കിൽ UDF ക്യാമ്പിനെ സംബന്ധിച്ചോളം ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഇപ്പോൾ തുടങ്ങാനിരിക്കുന്ന യോഗം, അതോടൊപ്പം അതിലെ തീരുമാനം, അതിലുള്ള PV അൻവറുള്ള ആശയവിനിമയം, അതിലുള്ള PV അൻവറിന്റെ പ്രതികരണം, അതിനുശേഷം പരസ്യമായ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ അതനുസരിച്ചിരിക്കും ഈ ഒരു 3 ദിവസമായി തുടർന്ന ഈ നാടക അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ അവസാനിക്കാൻ. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നേതാക്കൾ. അല്പസമയം എല്ലാവരും ഓൺലൈനിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നവരെ. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ യോഗം തുടങ്ങുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം തന്നെ UDF യോഗം ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആരംഭിച്ച വിവാദമാണ് PV അൻവറിനെ ചുറ്റിപ്പറ്റിയുള്ളത്. അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഇന്ന് തന്നെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അസോസിയേറ്റ് മെമ്പറാകാം TMCക്ക് PV അൻവറിന് എന്ന നിലപാടിൽ തന്നെയാണ് UDF ഉള്ളത്. പക്ഷേ അതിന് മുൻപായി PV അൻവറിന്റെ ഒരു നീക്കം എന്താകും, അങ്ങനെ ഒരു പിന്തുണ പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷബീർ, അല്പസമയത്തിനകം തന്നെ നിർണായക UDF യോഗം ചേരും. അതിൽ ഒരു അന്തിമ ധാരണയിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അതിനു മുൻപായി തന്നെ ഇപ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ടതുപോലെ ഷൗക്കത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച അൻവർ രംഗത്തെത്താനൊക്കെ ഇടയുണ്ടോ? ദിവ്യ, നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ അൻവർ രംഗത്ത് വരാനുള്ള സാധ്യതയില്ല. ഏറ്റവും ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ ഇന്നിപ്പോൾ ഈ പകൽ കാത്തിരിക്കുമെന്ന് PV അൻവർ ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചു. അതിനുശേഷം ചില നിർണായക കൂടിക്കാഴ്ചകൾ PV അൻവർ നടത്തുന്നുണ്ട്. ഫോണിലൂടെ ചില നേതാക്കളുമായി സംസാരിച്ചത് കൂടാതെ ചില നിർണായക കൂടിക്കാഴ്ചകൾ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം, അതായത് ഇനി ഈ പകൽ കൂടി കാത്തിരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അദ്ദേഹം ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് പോയത്. പിന്നീട് വീട്ടിലെത്തി ഫോണിൽ പല നേതാക്കളും ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ്
മറ്റൊരു കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹം വീട്ടിൽ നിന്ന് പോയത്. ഏതാണ്ട് മണിക്കൂറുകളായി അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഒരു അനുനയ ചർച്ചകൾ സജീവമായി തന്നെ ഇപ്പോഴും നടക്കുന്നു. യു ഡി എഫ് യോഗത്തിന് മുന്നോടിയായി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ദിവ്യ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് പി വി അൻവർ വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് പോലെ ആര്യാടൻ ഷൗക്കത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. അതിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് പി വി അൻവർ ഇത്രയും ദിവസം ഇന്നുൾപ്പെടെ പറഞ്ഞത്. അതായത് പി വി അൻവർ അതിൽ വിശദീകരിക്കുന്നത് താൻ യു ഡി എഫിന്റെ ഭാഗമല്ലാത്ത തനിക്ക് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എന്തും പറയാം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മോശക്കാരനാക്കി സംസാരിക്കാം. യു ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ അത് താൻ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കും എന്നാണ് പി വി അൻവർ പറയുന്നത്. അതിനർത്ഥം യു ഡി എഫിന്റെ ഭാഗമായി ആദ്യം പ്രഖ്യാപിക്കണം, യു ഡി എഫിന്റെ ഭാഗമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നേരത്തെയുള്ള തീരുമാനം അസോസിയേറ്റഡ് ഘടകകക്ഷിയാക്കാം പി വി അൻവറിനെ എന്നായിരുന്നു യു ഡി എഫിലെ യോഗത്തിലെ പൊതുവായിട്ടുള്ള തീരുമാനം. പക്ഷേ ഇപ്പോൾ അസോസിയേറ്റഡ് അംഗത്വം പോരാ, അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഘടകകക്ഷി സ്ഥാനം പോരാ എന്നാണ് പി വി അൻവർ പറയുന്നത്. പൂർണ്ണാർത്ഥത്തിൽ യു ഡി എഫിന്റെ മുന്നണി പ്രവേശനം വേണം, യു ഡി എഫിലെ ഘടകകക്ഷിയായി TMC കേരള ഘടകത്തെ അംഗീകരിക്കണം. അത് രഹസ്യ ചർച്ചയിലൂടെ തീരുമാനമായതിനു ശേഷം പരസ്യ പ്രഖ്യാപനം നേതൃത്വം നടത്തണം. അതിനുശേഷം മാത്രമേ താൻ ഇതിൽ വിട്ടുവീഴ്ചയുള്ളൂ എന്നാണ് ഇന്ന് പോലും പി വി അൻവർ പറഞ്ഞത്. പക്ഷേ കാര്യമായ അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം നേരിയ അയവ് നിലപാടിൽ വരുത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്റെ നിലപാടിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച അൻവർ നടത്തുമോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും യു ഡി എഫ് നേതൃയോഗത്തിന് ശേഷം പി വി അൻവറിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രതികരണം നിർണായകമാവുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് പി വി അൻവർ തയ്യാറാകുമോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഇവിടെ കാരണം അസോസിയേറ്റ് ഘടകകക്ഷി സ്ഥാനം നൽകാൻ തന്നെയാണ് യു ഡി എഫ് തീരുമാനിക്കുന്നത് എങ്കിൽ അത് തൃപ്തിയാകാനിടയില്ല അൻവറിന് എന്നിപ്പോൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കാനുള്ള ഒരു കടുത്ത തീരുമാനം കൂടി അൻവർ അറിയിച്ചേക്കുമോ? അതിക ഞാൻ വീണ്ടും പറയുന്നത്, ഇപ്പോൾ അല്പം മുമ്പും പി വി അൻവർ ആവർത്തിച്ച് പറഞ്ഞത് അസോസിയേറ്റഡ് ഘടക കക്ഷി എന്ന നിലപാട് അനുവദിക്കില്ല, അത് അംഗീകരിക്കില്ല എന്നാണ് പി വി അൻവർ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ വിട്ടുവീഴ്ചയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമെന്നതിൽ വ്യക്തതയില്ല. കാരണം TMC നേതൃയോഗങ്ങൾക്ക് ശേഷം പി വി അൻവറിനെയാണ് ഈ കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്ത് തീരുമാനം എടുത്താലും അതിന് പിന്തുണയുണ്ടാകുമെന്നാണ് TMC നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിലയ്ക്ക് ചില വിട്ടുവീഴ്ച ചർച്ചകൾ നടത്തുന്നതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് പി വി അൻവർ തയ്യാറാകുമോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാടനുസരിച്ച് അസോസിയേറ്റഡ് ഘടകകക്ഷി എന്ന തീരുമാനം അംഗീകരിക്കില്ല. പൂർണ്ണാർത്ഥത്തിൽ മുന്നണി പ്രവേശനമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, പി വി അൻവർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അതിനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി ഈ ചർച്ചകൾ നടക്കുന്നതിനിടെയും പി വി അൻവറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടാളികളോ നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ മണ്ഡലത്തിലുടനീളം വന്നിരുന്നു. ഒപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം ചില കൂടിക്കാഴ്ചകൾ കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ മത്സരിക്കുന്ന കാര്യത്തിൽ പി വി അൻവർ നടത്തുന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും അന്തിമമായ ഒരു തീരുമാനമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇവിടെ എന്തായാലും TMCയെ പി വി അൻവറിനെ ഘടകകക്ഷിയാക്കാമെന്ന തീരുമാനം ആദ്യം UDF പറയുമോ, അതോ സതീശൻ ആവശ്യപ്പെട്ടതുപോലെ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചുകൊണ്ട് ആദ്യം അൻവർ രംഗത്തെത്തുമോ എന്നൊക്കെയാണ് കാണേണ്ടത്.